ജോളി ഈശോ ഒരു നല്ലൊരു നടിയാണ്. അപ്പോൾ ആ നടി നമ്മുടെ ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ പറയണതിനെ കേൾക്കണതിനൊരു ചന്തം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശോഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് ജോളി ഈശോണ്ട് നമുക്കത് പറയാം. ആദ്യമായിട്ട് ചെയ്യുന്നത് സ്ഫടികം. അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കമന്റ് അടിക്കും. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുപ്പം കൂടിയല്ലേ, നമുക്കൊരു വല്ലാത്തൊരു, ഞാൻ ആകെ നിന്നുകൊണ്ട് വേർക്കും. പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെയൊക്കെ മോഹൻലാൽ ഒത്തിരി പടമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രജ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജോളി ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ കളിയാക്കും, നിരന്തരം നമ്മൾ കളിയാക്കും. അപ്പോൾ ലാസ്റ്റ് ഇതെടുക്കുകയാണ്. അന്നേരം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. വനിതയിലൊക്കെ വന്നു, അത് ഇന്ത്യ ടുഡേയിലൊക്കെ വന്നു. അപ്പം ഞാൻ അതൊന്നും സൂക്ഷിച്ചു വെച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്നോട് ഇങ്ങനെ ലാലേട്ടൻ ചോദിച്ചു, എന്താ ജോളി, എന്താ പ്രശ്നമാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം, കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. കേട്ടില്ലേ? ജോളി ഈശോ പറഞ്ഞാലേക്ക് നമുക്ക് അധികം ഞാൻ പോകുന്നില്ല. ഞാൻ ലാലേട്ടൻ്റെ നാച്ചുറാലിറ്റി പറയാം. ലാലേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ബോറടിയാണ്. ഇത്രയും ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ബോറടിയും ഒരു ചങ്ങലില്ലാണ്ട് കെട്ടിയിട്ട പോലെയാണ്. നമുക്ക് കാലത്തോട്ട് രാത്രി 10 മണി 11 മണി 12 മണിയൊക്കെ ഷൂട്ടിങ് പോകും. ആ സമയത്ത് അത്രയധികം ബോറടിയാണ്. പുറം ലോകമായിട്ട് യാതൊരു എങ്ങനെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ പറ്റില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാടുണ്ടാവും, വീട്ടുകാര്യങ്ങൾ ഒരുപാടുണ്ടാവും, വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കുടുംബത്തേക്കൊന്ന് പോകണം, ക്രാങ്ങളെ കാണണം, ഭാര്യനെ കാണണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവിടെ ഒരു 20 ദിവസം 30 ദിവസത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വേറെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അത്ര ബോറടിച്ചിരിക്കുന്ന ഈ നടന്മാർ. അതുപോലെ കഷ്ടപ്പാടും ഉണ്ട്. അതുപോലെ തന്നെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു പരിപാടി ഈ സിനിമ നടന്മാരാകുക എന്ന് പറയുന്നതും സിനിമ ലൊക്കേഷനിൽ നമ്മൾ ചെന്നാലും നമുക്ക് മനസ്സിലാവും. അത് ഒരു ടേക്കൊക്കെ 10-15 പ്രാവശ്യം എടുക്കുമ്പോൾ ആദ്യം ഒരു 10,000 ആൾ ഷൂട്ടിംഗ് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു 5 ട്രേക്ക് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് 5,000 പോയി. പിന്നെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ഷൂട്ടിംഗ് കാണാൻ. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ ലാലേട്ടനെ ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഈ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ടിംഗ് ഉണ്ടോ നമ്മളവിടെ ചാൻസ് ചോദിച്ച് ചെല്ലും. അതാണ് അന്നത്തെ ഒരു ഹാബിറ്റ്. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ പോയി എളുപ്പമാണല്ലോ. 6-ാം നമ്പറിനൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്നും നമ്മളവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ചാൻസ് ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ലാലേട്ടനെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ലാലേട്ടനെ മഞ്ജു വാര്യരൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ലാലേട്ടനെ കുറിച്ച് മനസ്സിലാവണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ മമ്മൂട്ടിനെ കുറിച്ചുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്ഥിരം അവരെ കൂടെ അഭിനയിക്കുന്ന നടികളെ അവർ സ്ഥിരം കാണുന്നതാണ്, സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരെ കാണുമ്പോൾ ഒരു പുതുമയില്ല. ഇപ്പോൾ മഞ്ജു വാര്യരാകട്ടെ, ഏത് നടിയാവട്ടെ, ഈ മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും അതൊരു പുതുമയില്ല. അതേ സ്ഥാനത്ത് ഷൂട്ടിങ് കാണാൻ വരുന്ന കുറേ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, സുന്ദരികളുണ്ട്, അവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സുന്ദരന്മാരും ഷൂട്ടിങ് കാണാൻ ചെല്ലാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒബ്സർവേഷൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർ കേൾക്കാം, അവരപ്പോൾ അകലെയാവും നിൽക്കണം. പക്ഷേ ഇവരിവിടെ വാച്ച് ചെയ്തിട്ട് അവരെക്കുറിച്ച് കമൻറ്റുകൾ പറയും. അതൊരു രസമാണ്. അതൊരു നേരെ കൊല്ലിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മമ്മൂട്ടിയും ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി എല്ലാ ആൾക്കാരെയും സ്കാൻ ചെയ്യും. ഷൂട്ടിങ് കാണാൻ ഏത് ആൾക്കാർ വന്നാലും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും സ്കാൻ ചെയ്യും. പക്ഷെ മൂപ്പര് കമൻറ്റ് പറയാനായിട്ടൊന്നും നിൽക്കില്ല. എല്ലാവരും മൂപ്പര് വാച്ച് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂട്ടി. ലാലേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ആൾക്കാരെ കമൻറ്റും അതൊരു കോമഡി കലർത്തി മൂപ്പര് ഡയലോഗ് പറയും. അതൊരു വേറൊരു കഥ ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭ്രാന്ത് പിടിച്ച പരിപാടിയാണ്. അതിൽ നിന്നൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള കോമഡികളൊക്കെ പറയണത്. അതിപ്പോൾ ഡബിൾ മീനിങ്ങിൽ പറഞ്ഞാലും സിംഗിൾ മീനിങ്ങിൽ പറഞ്ഞാലും അതൊരു തമാശയാണ്. അതിലൊരു വിഷയമുള്ള കാര്യമില്ല. അതിലൊന്നും ഒരു ഇതുപോലെ തന്നെ ലാലേട്ടൻ ഒരുപാട് കഥകൾ ക്യാപ്റ്റൻ രാജു പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ രാജു ലാലേട്ടൻ്റെ അത്രയധികം സുഹൃത്താണ്. അവരത്ര ആത്മബന്ധമാണ്. ചേട്ടനനിയനും പോലെയാണ്. ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് ഒരുമിച്ച് ഹോട്ടൽ റൂമിൽ, ഇവർ രണ്ടുപേരും ഒരു ഹോട്ടൽ റൂമിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ ഒരു കിടക്കും. എന്തെല്ലാം തമാശകൾ, എന്തെല്ലാം വിഷയങ്ങൾ അവരുണ്ടായിട്ടുണ്ടെന്നറിയാം. അതിലൊരു കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. ക്യാപ്റ്റൻ രാജു അവിടെ ഒരു 2-4 ആൾക്കാർ കൂടി കഴിഞ്ഞാൽ മൂപ്പര് പഴയ കാര്യങ്ങൾ ചോദിച്ചാൽ 2 എണ്ണം വീശി കഴിഞ്ഞാൽ മൂപ്പരെല്ലാം പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ലാലേട്ടനും. ക്യാപ്റ്റൻ രാജു ഒരു സെറ്റിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അവരെല്ലാവരും കൂടി ഒന്ന് കൂടുന്ന സമയമുണ്ട്.
അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ട് പറിക്കല പണി. മുണ്ടി പറിക്കുക, അത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് അവരത് ആനന്ദിക്കുക. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ ഇവരെ കമ്പനിയിലേക്ക് ചേർത്തു. അപ്പോൾ ലാലേട്ടൻ ഇതറിയാം. ലാലേട്ടൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരൊറ്റ മുണ്ടെടുത്തിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഇത്രയും നാൾ നേരെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു വെറുതെ മുണ്ടെടുത്തിട്ടേക്ക് വരിക. അപ്പോൾ ആ മുണ്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും സന്തോഷം. അവരെല്ലാവരും സ്മോൾ അടിച്ച് ആഹ്ലാദിച്ച് ചിരിക്കും. ലാലേട്ടൻ മുണ്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ അതിൻ്റെ അടിയിലിട്ട് അവസരം ഉണ്ടാവും. അപ്പോൾ അതവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ലാലിനെ നമുക്ക് ഇതുപോലെ പിടിക്കണം, അവൻ അവസരം ഇല്ലാണ്ട് വരുന്ന എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ലാലേട്ടൻ്റെ മുണ്ട് ഊരി ഇട്ടെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ രാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തമാശ, അതൊക്കെ ഒരു ജോളി, ഒരു എൻജോയ് ചെയ്യുക. നമുക്കൊക്കെ വയസ്സാവണ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ, ആ സന്തോഷത്തിലേക്കുള്ള ഒരു യാത്രയാണത്. ക്യാപ്റ്റൻ രാജ് മരിച്ചപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചതും അതുപോലെ തന്നെ ദുഃഖിച്ചതും ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു ചേട്ടൻ പോയുള്ള ദുഃഖമായിരുന്നു. അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അവർ. നമുക്ക് വീഡിയോ നിർത്താം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.